നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. RCCയിൽ സൗജന്യ സ്തനാർബുദ പരിശോധന ക്യാമ്പയിൻ ഒക്ടോബർ 1 മുതൽ. സ്തനാർബുദത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ മാസം സ്തനാർബുദ അവബോധ മാസമായി ആചരിക്കുകയാണ്. സ്തനാർബുദത്തെ തടയുക, പ്രാരംഭ ദശയിൽ തന്നെ രോഗനിർണയം നടത്തി രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുക, അർബുദബാധിതരെ സാമൂഹികമായും മാനസികമായും പിന്തുണയ്ക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഒക്ടോബർ മാസം പിങ്ക് മാസമായി ആചരിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ 31 വരെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരിശോധനാ ക്ലിനിക്കിന്റെ പ്രവർത്തനം. 30 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള വനിതകൾക്ക് ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്കും പരിശോധന ബുക്ക് ചെയ്യുന്നതിനും 0471 252 2299 എന്ന നമ്പറിൽ പകൽ 10 മണിക്കും 4 മണിക്കും ഇടയിൽ വിളിക്കാം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 3.2 കോടി അനുവദിച്ച് KN ബാലഗോപാൽ. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചത്. ഓണം കഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലും ട്രഷറി നിയന്ത്രണത്തിലും ആയ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ചെലവുകൾക്ക് ഒരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക. 4 മാസത്തെ വാടക ആവശ്യപ്പെട്ട് ജൂൺ 20-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തുടർന്ന് പണം നൽകാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. 25 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപയുമാണ് ഹെലികോപ്റ്ററിന് വാടക. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. മാവോവാദി നിരീക്ഷണം, ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതെന്നാണ് അന്ന് അധികൃതർ നൽകിയ വിശദീകരണം. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൂജവയ്പ് ഒക്ടോബർ 10-ന് വൈകിട്ടായതിനാൽ 11-ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് വിവിധ സംഘടനകൾ. സന്ധ്യാസമയത്ത് അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പുസ്തക പൂജ ആരംഭിക്കേണ്ടത്. 10-ന് വൈകിട്ട് പൂജ വയ്ക്കുന്ന പുസ്തകങ്ങൾ 11, 12 തീയതികളിലെ ദുർഗാഷ്ടമി, മഹാനവമി പൂജയ്ക്ക് ശേഷം വിജയദശമി പൂജയ്ക്ക് ശേഷമാണ് എടുക്കുന്നതും വിദ്യാരംഭവും. ദുർഗാഷ്ടമി, മഹാനവമി ദിനങ്ങൾ വിശ്വാസികൾക്ക് പഠനം സാധ്യമല്ല. അന്ന് പൊതു അവധി നൽകണമെന്ന് ധർമാചാര്യ സഭ ജനറൽ സെക്രട്ടറി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനം അതിന്റെ സമ്പദ് വ്യവസ്ഥയെയും മൊത്തത്തിലുള്ള വളർച്ചയെയും കണക്കാക്കുന്നതിൽ ഒരു പ്രധാന ഘടകം വഹിക്കുന്നു. സംസ്ഥാനത്തെ പൗരന്മാരുടെ ശരാശരി വരുമാനം അനുസരിച്ചാണ് പ്രതിശീർഷ വരുമാനവും ഉയരുന്നത്. ഭരണനിർവഹണം, വിഭവ സമാഹരണം, പ്രാദേശിക വ്യവസായങ്ങൾ എന്നിവയുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും എടുത്തു കാണിക്കുന്നതാണ് ഈ സൂചിക. ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ആദ്യ 5 സംസ്ഥാനങ്ങളിൽ കേരളമില്ല എന്നത് ശ്രദ്ധേയമാണ്. 100.32% കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം. 176.8% പ്രതിശീർഷ വരുമാനവുമായി തെലങ്കാനയാണ് 1-ാം സ്ഥാനത്തുള്ളത്. ഹരിയാനയുടെയും പ്രതിശീർഷ വരുമാനം 176.8%. 167.5% ആളോഹരി വരുമാനവുമായി ദേശീയ തലസ്ഥാനമായ ഡൽഹി 3-ാം സ്ഥാനത്താണ്. വിനോദം, നിർമ്മാണം, ധനകാര്യം തുടങ്ങിയ പ്രധാന മേഖലകളിൽ വേരുകളുള്ള മഹാരാഷ്ട്ര 150.7% പ്രതിശീർഷ വരുമാനവുമായി 4-ാം സ്ഥാനത്ത്. 145.5% ഉത്തരാഖണ്ഡിന്റെ പ്രതിശീർഷ വരുമാനം. തൃശൂരിൽ നടന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ട്രക്കുടമ സുമാനുദ്ദീൻ ആണെന്നും ATM കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ഇക്രമാണെന്നും തമിഴ്നാട് പോലീസ്. ഹരിയാനയിലെ പല്വാൽ ജില്ലക്കാരനായ ഇർഫാൻ, സഫീർ ഖാൻ, സഖ്വീൻ, മുബാറക് എന്നിവരും നൂഹ് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് അക്രം, അസീർ അലി, സുമാനുദ്ദീൻ എന്നിവരുമാണ് സംഘാംഗങ്ങൾ. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച അന്വേഷണത്തിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. 6.5 മണിക്കൂറാണ് വെള്ളിയാഴ്ച മൊഴി രേഖപ്പെടുത്തിയത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. IG സ്പർജൻ കുമാർ അടക്കമുള്ളവരെ ഒഴിവാക്കിയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള മൊഴിയെടുപ്പ് നടന്നത്. ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായിട്ടായിരുന്നു ADGPയുടെ ആദ്യ കൂടിക്കാഴ്ച. തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിരത്തിൽ നടന്ന RSS ക്യാമ്പിനിടെയാണ് കൂടിക്കാഴ്ച നടന്നത്. 2023 മെയ് 2-നായിരുന്നു കൂടിക്കാഴ്ച. രണ്ടാമത്തെ കൂടിക്കാഴ്ച നടന്നത് 2023 ജൂൺ 2-ന് കോവളത്തെ ഹോട്ടലിലാണ്. RSS നേതാവ് രാം മാധവുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. PV അൻവർ MLA-യുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും CPM-നെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.
താൻ തീപ്പന്തം പോലെ കത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന് പിന്നാലെ CPM-ന് അൻവറിന്റെ മുന്നറിയിപ്പ്. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അൻവർ ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. പാർട്ടിയോടിടഞ്ഞ അൻവറിനെ ഭാഗിക പിന്തുണ നൽകി KT ജലീലും രംഗത്തു വന്നു. നിലമ്പൂരിൽ PV അൻവർ MLA-യെ അനുകൂലിച്ച് INTUC-യുടെ ഫ്ലക്സ് ബോർഡ്. മുഖ്യമന്ത്രിക്കെതിരെ അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ പങ്കുചേരുമെന്നാണ് INTUC ഫ്ലക്സിലൂടെ പറയുന്നത്. PV അൻവറിനെതിരെ മാത്രം അന്വേഷണം നടത്താൻ കത്ത് നൽകിയിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്വകാര്യ വ്യക്തികൾ ഫോൺ ചോർത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത്. 2 ദിവസം കൂടി കാത്തിരുന്ന ശേഷം ഇക്കാര്യത്തിൽ അടുത്ത നടപടി സ്വീകരിക്കും. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരായ പരാതി അൻവർ നൽകിയാൽ അന്വേഷിക്കുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. ഡോക്ടർ വന്ദന ദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യത്തിന് ഏറ്റെടുക്കുമെന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് സമിതിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ മകൾ ആശ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ഹിയറിംഗ് നിയമപ്രകാരമായിരുന്നില്ലെന്നും ആശ ലോറൻസ് ഹർജിയിൽ വാദം ഉന്നയിച്ചേക്കും. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അഭിനന്ദിച്ച് നീതി ആയോഗ് മെമ്പർ ഡോക്ടർ വിനോദ് K. പോൾ കുട്ടികളുടെ ആരോഗ്യത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും രാജ്യത്ത് ഏറ്റവും കുറവ് മാതൃമരണനിരക്കും ശിശുമരണനിരക്കുമുള്ള സംസ്ഥാനമാണ് കേരളം എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ചികിത്സ തേടുകയും ആരോഗ്യ വകുപ്പിനെ വിവരമറിയിക്കുകയും വേണം. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗവേണൻസ് നൗ സംഘടിപ്പിച്ച 9ാമത് ഇന്ത്യ പൊതുമേഖല IT ഫോറത്തിൽ KSRTCക്ക് അഭിമാനകരമായ പുരസ്കാരം. പൊതുമേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്കാണ് അംഗീകാരമെന്ന് KSRTC അറിയിച്ചു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച് ഗവർണർ. ഇരുവർക്കും വീഴ്ച പറ്റിയെന്നായിരുന്നു ചാൻസലർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയത്. ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സും ഗവർണർ മരവിപ്പിച്ചു. മലപ്പുറം പൊന്നാനിയിൽ ഡോക്ടർക്ക് നേരെ കത്തിവീശിയ യുവാവ് അറസ്റ്റിൽ. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയ കേസിൽ പൊന്നാനി സ്വദേശി സക്കീർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്ന് പാകിസ്ഥാൻ. UN ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കാശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞ അദ്ദേഹം ഭീകരവാദി ബുർഹാൻ വാനിയെ ന്യായീകരിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പ്രധാന ആവശ്യം. അതേസമയം ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയത്. പാക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഹാസ്യമാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു. ഭീകരവാദം, മയക്കുമരുന്ന്, അന്തർദേശീയ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പ്രശസ്തിയുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നതെന്ന് ഭാവിക വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് ഭാവിക ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ചുട്ട മറുപടി നൽകുമെന്നും ഇന്ത്യക്കെതിരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ അത് അനന്തര ഫലങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്ന് ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. പ്രദേശം വളഞ്ഞ് സൈന്യം. കുൽഗാമിലെ അധികാം ദേവ്സർ മേഖലയിലാണ് ഏറ്റുമുട്ടൽ. സുരക്ഷാ സേന പരിശോധന നടത്തുന്നതിന് ഇടയിൽ ഭീകരർ വെടിവെക്കുകയായിരുന്നു. മേഖല സേന പൂർണ്ണമായും വളഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് ഒന്നിലധികം ഭീകരർ അകപ്പെട്ടതായാണ് സൂചന. ജമ്മു കാശ്മീരിൽ പോലീസും ഇന്ത്യൻ സേനയും സംയുക്തമായാണ് തീവ്രവാദ ഓപ്പറേഷൻ നടത്തുന്നത്. ചരിത്രപരമായ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഇന്ത്യ യൂറോപ്പിലേക്ക്. 2000 യന്ത്രത്തോക്കുകൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയുടെ ചെറുകിട ആയുധ ഫാക്ടറി കരാർ ഒപ്പിടും. സുരക്ഷാ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച മലയാളിയായ റിൻസൺ ജോസിനെതിരെ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ച് നോർവേ പോലീസ്. അന്താരാഷ്ട്ര തലത്തിലാണ് സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചതായും അന്വേഷണം ആരംഭിച്ചതായും ക്രിമിനൽ അന്വേഷണ വിഭാഗമായ ക്രിപ്പോസ് സ്ഥിരീകരിച്ചു.
റിൻസൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ കാണാനില്ലെന്ന വെളിപ്പെടുത്തലിലാണ് സെർച്ച് വാറണ്ട് എന്നാണ് വിവരം. ഹമാസ് കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടുമെന്നും ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു UN പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു.